ഓഗസ്റ്റ് 1 തൊട്ട് US ഗവൺമെൻറ് ടെമ്പററി ഷട്ട് ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്കറ്റ് ക്യാൻ ബി അൺസർട്ടൺ ഫോർ എ വൈൽ. നിങ്ങളിപ്പം US ഡോളർ പെയേഴ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ്, ഇൻഡിസസിൻ്റെ ഫ്യൂച്ചേഴ്സ്, മെയിൻലി നാസ്ഡാക്ക്, ഈ മിനി S&P 500 എന്നൊക്കെ പറഞ്ഞ പെയേഴ്സൊക്കെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൈൻഡ് ഓഫ് അൺസർട്ടൺ ഡ്യൂറിങ് ദീസ് ടൈംസ്. പണ്ടും ഇതുപോലെ ഷട്ട് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം അല്ല, 22 ടൈംസ്. ഇത് 22nd ടൈമാണ്. 21 ടൈംസ് ബിഫോർ ദിസ് ഷട്ട് ഡൗൺസ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റീസെൻറ്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ 2018 ട്രംപ് ലാസ്റ്റ് ടൈം ഭരണത്തിൽ ഇരുന്ന സമയത്താണ് ഷട്ട് ഡൗൺ നടന്നത്. ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് ഷട്ട് ഡൗൺ എവർ ഇൻ US ഹിസ്റ്ററി. 30 ഡേയ്സ് ലാസ്റ്റ് ചെയ്ത ഷട്ട് ഡൗൺ ആണ്. സോ ഇത് ചിലപ്പോൾ ഒരു ഫ്യൂ വീക്സ് കൊണ്ട് മാറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് മാറുന്നിടം വരെ കുറച്ച് ഡീറിസ്ക് ചെയ്യുക. നിങ്ങൾ റിസ്ക് ചെയ്യുന്നതൊക്കെ കുറച്ച്, അല്ലെങ്കിൽ നല്ല ക്ലിയർ സെറ്റപ്സ് ഉണ്ടെങ്കിൽ മാത്രം കയറുക. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇല്ലാത്തതിനകത്തൊന്നും വലിയ പണി വാങ്ങിച്ച് കൂട്ടാതിരിക്കുക. ആൻഡ് നിങ്ങളുടെ ലെവറേജ് കട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ് ഫോളൻ ന്യൂസസ് ആയിട്ടുള്ള NFP, PPI, CPI, കോർ PCE, അങ്ങനത്തെ പല അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ്, ഇങ്ങനത്തെ പല ന്യൂസസും ഡിലേ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇപ്പോൾ തന്നെ ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ല, ഇന്ന പർട്ടിക്കുലർ സമയത്ത് അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഡേറ്റിൽ വരണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് തന്നെ കുറേ പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ടെമ്പററി ആയിട്ട് ലേ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അനലിസ്റ്റുകൾ വരും, ഫെഡറൽ ഏജൻറ്റ്സ് വരും, ഓഫീസ് സ്റ്റാഫ്സ് വരും. ഇവരൊക്കെയാണ് ഈ CPI അല്ലെങ്കിൽ PPIയുടെ ന്യൂസ് റിലീസസ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ NFP എന്ന് പറയുന്നത് ഇന്ന് റിലീസാണ് ന്യൂസാണ്. അതിന് മെയിനായിട്ടും ജോബ് റിലേറ്റഡ്, എത്ര ജോബ്സ് ആഡായി, എത്ര ജോബ്സ് പോയി, എത്ര പേര് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് മാറി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെല്ലാം അനലിസ്റ്റുകൾ വേണം. ഇതിനെക്കുറിച്ചൊരു ഒരു ഓവറോൾ പിക്ചർ തരണമെങ്കിൽ ഇവരെല്ലാം പറഞ്ഞു വിട്ടേക്കുവാണ്. സോ നമുക്ക് ന്യൂസസ് ഒന്നും ഫിക്സ്ഡ് ആയിട്ട് ഇന്ന പർട്ടിക്കുലർ ടൈമിൽ വരുമെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിനെ, നമ്മൾ മെയിനായിട്ട് റെഡ് ഫോൾഡ് ന്യൂസസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ന്യൂസസിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കൊണ്ട് തന്നെ നമുക്കിത് ഡിലേ ആകുമ്പോഴത്തേനും മാർക്കറ്റ് അൺസർട്ടൺ ആകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് നിന്നില്ലെങ്കിൽ പണി കിട്ടും. ആൻഡ് US ഡോളർ വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് തന്നെ US ഡോളർ വീക്ക് ആകാനും ഗോൾഡ് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ. സോ US ഡോളർ നോർമലി വീക്ക് ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും സേഫ് ഹേവൻ ആയിട്ടുള്ള ഗോൾഡാണ് മിക്കവരും റിലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് എ റീസൺ. So be careful while you trade.